ഹലോ മൈ ഡിയേഴ്സ്, വെൽക്കം ടു അവർ ന്യൂ ക്ലാസ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ ദിവസം നടന്ന പരീക്ഷയുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങളാണ്. എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. ഫസ്റ്റ് വൺ, ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ അംഗമല്ലാത്തത് ആര് എന്നാണ് ചോദ്യം വന്നത്. രാജ്കുമാരി അമൃത കൗർ, അമ്മുക്കുട്ടി സ്വാമിനാഥൻ, അക്കമ്മ ചെറിയൻ, രേണുക റോയ്. അപ്പൊ ഓൾറെഡി ഈ ചോദ്യം രേണുക റോയിനെ വെച്ചിട്ട് തന്നെ പരീക്ഷയ്ക്ക് അത് 1-2 പ്രാവശ്യം കഴിഞ്ഞ ഇടയ്ക്ക് ചോദിച്ചിട്ടുള്ളതായിരുന്നു, വനിതകളിൽ ഉള്ള കാര്യങ്ങൾ. അപ്പം തന്നെയല്ല, ഓപ്ഷൻ ഈസി ആയിട്ട് നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. ആനി മസ്രീനും അമ്മുക്കുട്ടിയും അതുപോലെ തന്നെ ദാക്ഷായണി വേലായുധനുമാണ് നമുക്ക് നോർമലി മലയാളികളായിട്ട് വരുന്നത്. അപ്പൊ അത് ഒഴിച്ചിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. എങ്കിലും വേറെ ആൾക്കാരെ വരുവാണെങ്കിൽ നമ്മൾ പഠിക്കണമല്ലോ. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് അതിനെ പറ്റിയിട്ട് പഠിക്കുന്നത്. അമ്മു സ്വാമിനാഥനെ നമ്മൾക്കറിയാം, ദാക്ഷായണി വേലായുധനെ അറിയാം, ആനി മസ്രീനെ അറിയാം. അതാണ് മലയാളികളായിട്ടുള്ള 3 പേര് എന്ന് പറഞ്ഞിരിക്കുന്ന വനിതകളാണ്. ഇനി ഇതിന്റെ കണക്റ്റഡ് ആയിട്ട് നിങ്ങൾ എന്തുകൂടെ പഠിച്ചു വെച്ചിരിക്കണം, മലയാളികളായിട്ടുള്ള മൊത്തത്തിലുള്ള ആൾക്കാർ എത്ര ഉണ്ടെന്ന് എന്നിട്ടുള്ള കാര്യങ്ങളൂടെ പഠിച്ചു വെച്ചേക്കണം. അവരുടെ പേരും പഠിച്ചേക്കണം. തിരുവിതാംകൂറിനെ പ്രതിനിധീകരിച്ചത് ആരാണ്, മദ്രാസിനെ പ്രതിനിധീകരിച്ചത് ആരാണ് എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് തന്നെ പഠിച്ചു വെച്ചിരിക്കേണ്ടതാണ്. ഇനിയും ഇവിടെ നമുക്ക് ഇതിന്റെ പേര് ജസ്റ്റ് ഒന്ന് നോക്കി വെക്കാം. ദുർഗാബായ് ദേശ്മുഖ് ഉണ്ട്, കമല ചൗധരി, ലീല റോയ്, രേണുക റൈ, സരോജിനി നായിഡു, സുജേത കൃപലാനി, വിജയലക്ഷ്മി പണ്ഡിറ്റ്, രാജ്കുമാരി അമൃത കൗർ. നമുക്ക് അറിയാവുന്ന ആൾക്കാരാണ് ഇതിനകത്തൊക്കെ വരുന്നത്. അറിയാത്തത് ഹൻസ മേത്തയും അറിയാവുന്നതാണ്. ഇനി നമ്മൾക്ക് മാലതി ചൗധരിയും കമല ചൗധരിയും കൂടെ പഠിച്ചു വെക്കാം. മാലതി ചൗധരിയും കമല ചൗധരിയും പഠിച്ചു വെക്കാം. പൂർണിമ ബാനർജിയും രാജ്കുമാരി അമൃത കൗർ നമുക്കറിയാം, രേണുക റായ്, സരോജിനി നായിഡു, സുജിത കൃപലാനി, വിജയലക്ഷ്മി പണ്ഡിറ്റ്, ആനി മസ്ലിൻ. അറിയാത്ത ആൾക്കാരുടെ പേര് മാത്രം ഒന്ന് അത്യാവശ്യം പഠിച്ചു വെച്ചേക്കാം. ബീഗം അസൈസ് റസൂൽ, ബീഗം റസൂൽ എന്ന് പഠിച്ചാൽ മതി. ദുർഗാബായ് ദേശ്മുഖ്, ഹൻസ മേത്ത, കമല ചൗധരി, മാലതി ചൗധരി, ലീല റോയ്, രേണുക റൈ, രാജ്കുമാരി അമൃത കൗർ, പൂർണിമ ബാനർജി, സരോജിനി നായിഡു, സുജിത കൃപലാനി, വിജയലക്ഷ്മി പണ്ഡിറ്റ്, ആനി മസ്ക്രീൻ. വെറുതെ ഇങ്ങനെ സ്ക്രീൻ നോക്കിയിട്ട് പോകരുത്, അത് നിങ്ങളുടെ മനസ്സിലൊന്ന് പറയണം. ഓർക്കെ പറയാൻ പറ്റുന്നവർ അങ്ങനെയും പറയുക. അപ്പൊ നമ്മളുടെ മനസ്സിലും പറയുന്നുണ്ട്, നമ്മുടെ ചെവിയും കേൾക്കുന്നുണ്ട്. ആ രീതിയിലാണ് നമ്മൾ പറഞ്ഞു പഠിക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ ബെറ്റർ ആവുന്നത് ചിലരെ സംബന്ധിച്ചിട്ടാണ്. അപ്പൊ ഒന്നുകൂടെ നോക്കാം. അമ്മു സ്വാമിനാഥന്, ആനി മസ്ക്രീന്, ദാക്ഷായണി വേലായുധൻ കിട്ടിയിട്ടുണ്ട്. സരോജിനി നായിഡു, സുജിത കൃപലാനി, വിജയലക്ഷ്മി പണ്ഡിറ്റ്, രാജ്കുമാരി അമൃത കൗർ, ദുർഗാബായ് ദേശ്മുഖ്, കമല ചൗധരി, മാലതി ചൗധരി, ലീല റോയ്, രേണുക റോയ്, പൂർണിമ ബാനർജി, ഹൻസ മേത്ത, ബീഗം റസൂൽ. അത്യാവശ്യം നമ്മൾ എല്ലാവരെയും പറഞ്ഞു തോന്നുന്നു. ഒന്നുകൂടെ നിങ്ങൾ സ്ലൈഡിൽ നോക്കിയിട്ട് ഉറപ്പിക്കുക കൃത്യമായിട്ട്. ഇപ്പൊ തന്നെ അങ്ങ് പഠിച്ചു വെക്കണം. കാര്യം നമുക്ക് അറിയാമെന്ന് പറയുന്ന കണ്ടന്റ്സ് ആണ് നമുക്ക് ഏറ്റവും കൂടുതൽ പണി പരീക്ഷാ ഹോളിൽ കിട്ടുന്നത്. അടുത്തത്, ഗാർഹിക പീഡനത്തിൽ നിന്നുള്ള സ്ത്രീകളുടെ സംരക്ഷണ നിയമം 2005 നിയമപ്രകാരം സംരക്ഷണ ഉത്തരവ് ലംഘിക്കുന്ന പരമാവധി ശിക്ഷ ഏതാണ്? 1 വർഷം വരെ തടവോ, 20,000 രൂപ പിഴയോ, അല്ലെങ്കിൽ രണ്ടും. അപ്പൊ ഇതൊക്കെ നമ്മൾ ഓൾറെഡി കഴിഞ്ഞ കണക്റ്റഡ് പോയിന്റ്സിനകത്ത് തന്നെ PDF കൊടുത്തിട്ടുണ്ട്. അതിന്റെ അടുത്തടുത്തുള്ള 2 പേജുകളിൽ നിന്നിട്ട് തന്നെയാണ് അത് വന്നിരിക്കുന്നത്. നോക്കാം. സംരക്ഷണ ഉത്തരവ് ലംഘിക്കുന്നത് പോലീസ് നടപടി സ്വീകരിക്കാവുന്നതും ജാമ്യമില്ലാത്തതുമായിട്ടുള്ള കുറ്റം ആണ്. സംരക്ഷണ ഉത്തരവ് കണ്ടോ, സംരക്ഷണ ഉത്തരവ് ലംഘിക്കുന്നതിനുള്ള പരമാവധി ശിക്ഷ. മജിസ്ട്രേറ്റ് പുറപ്പെടുവിച്ച സംരക്ഷണ ഉത്തരവ് ആരാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? മജിസ്ട്രേറ്റ് ആണ്. സംരക്ഷണ ഉദ്യോഗസ്ഥൻ അഥവാ പ്രൊട്ടക്ഷൻ ഓഫീസർ നടപ്പിലാക്കുന്നതിന് വിസമ്മതിക്കുകയോ തന്റെ കർത്തവ്യം നിർവഹിക്കുന്നതിന് വീഴ്ച വരുത്തുകയോ ചെയ്താൽ 1 വർഷം വരെയാവുന്ന തടവോ, 20,000 രൂപയോ പിഴയോ, രണ്ടും കൂടിയോ നൽകി ശിക്ഷിക്കാവുന്നതാണ്. അപ്പൊ അതുകൂടെ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ഈ മജിസ്ട്രേറ്റും പ്രൊട്ടക്ഷൻ ഓഫീസറും എന്താണ് എന്നിട്ടുള്ള കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് PDF നോക്കിയിട്ട് ഒരു 10-15 മിനിറ്റ് എടുത്ത് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാലും കുഴപ്പമില്ല. കാരണം അതൊക്കെ നിങ്ങൾക്ക് സെക്രട്ടറി അസിസ്റ്റന്റിനും എല്ലാം വേണ്ടതാണ്. ഇനി മുസിരസ് പൈതൃക പദ്ധതിയുമായി ബന്ധപ്പെടാത്തത് ഏത്? മുസിരസ് പൈതൃക പദ്ധതിയുമായിട്ട് ബന്ധപ്പെടാത്തത് ചേരമാൻ ജുമാ മസ്ജിദ്, പാലിയം കോവിലകം, സഹോദരൻ അയ്യപ്പൻ ഭവനം, സെന്റ് ഫ്രാൻസിസ് പള്ളി, ഫോർട്ട് കൊച്ചി. ഇതൊക്കെ കറണ്ട് അഫേഴ്സ് ഓറിയന്റ് ചെയ്ത് വന്നിരിക്കുന്നതാണ്. 2023 ഇതിന്റെ പുതുക്കി പണിയിലൊക്കെ ഓരോന്നും കണക്റ്റഡ് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതിന്റെ ഫലമായിട്ടാണ് അത് വന്നിരിക്കുന്നത്. അപ്പൊ അതിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യം നമുക്ക് നോക്കാം. മുസിരസ് പ്രാധാന്യം വെളിവായത് പട്ടണം ഗ്രാമത്തിൽ നിന്നുള്ള ഉത്ഖനനത്തോടു കൂടിയിട്ടാണ്. മുസിരസിന്റെ പ്രാധാന്യം വെളിവായത് പട്ടണം ഗ്രാമത്തില്. ഖനനം നടന്ന പ്രദേശം, ഖനനം നടന്ന
പ്രദേശം ഇത് മുസിരസ് പൈതൃക പദ്ധതിയുടെ ഭാഗമായി സഞ്ചാരികൾക്കായി തുറന്നു കൊടുത്തിട്ടുണ്ട്. കൊടുങ്ങല്ലൂരിലെ കോട്ടപ്പുറം കോട്ടയിലും ഉദ്ഘാടനം നടന്നിട്ടുണ്ട്. ഇവിടെയും സഞ്ചാരികളെ ആകർഷിക്കുന്നുണ്ട്. മുസിരസ് പദ്ധതിയുടെ പ്രധാന ആകർഷങ്ങളിൽ ഒന്നാണ് 25ഓളം വരുന്ന പൈതൃക മ്യൂസിയങ്ങളാണ്. അപ്പൊ എത്ര മ്യൂസിയങ്ങൾ ഇതിനെ കണക്റ്റഡ് ആയിട്ട് വരുന്നുണ്ട്? 25. മുസിരസ് പദ്ധതിയുടെ ഭാഗമായിട്ട് 25ഓളം കാര്യങ്ങൾ വരുന്നുണ്ട്. അതിനകത്ത് ഒരെണ്ണമാണ് പറവൂർ ജൂതപ്പള്ളി, ചേന്ദമംഗലം ജൂതപ്പള്ളി, പാലിയം കൊട്ടാരം, പാലിയം നാലുകെട്ട് എന്നിവിടങ്ങൾ കേന്ദ്രീകരിച്ചാണ് പ്രധാനപ്പെട്ട മ്യൂസിയങ്ങൾ. പറവൂർ ജൂതപ്പള്ളി, ചേന്ദമംഗലം ജൂതപ്പള്ളി, പാലിയം കൊട്ടാരം, പാലിയം നാലുകെട്ട്. അപ്പൊ ഓപ്ഷൻ നമുക്കൊന്ന് നോക്കാം. സഹോദരൻ അയ്യപ്പന്റെ ഭവനവും ഇവിടെ വരുന്നുണ്ട്. ചേരമാൻ ജുമാ മസ്ജിദ്, പാലിയം കോവിലകവും വരുന്നുണ്ട്. ഓക്കെ. ഇനി പറവൂർ ജൂതപ്പള്ളിയുടേത് ജൂതരുടെ ചരിത്രം വിശദമാക്കുന്ന മ്യൂസിയമാണ്. പറവൂർ ജൂതപ്പള്ളി 1615 പണി കഴിപ്പിച്ചതെന്ന് കരുതുന്ന ഈ ജൂതപ്പള്ളി കേരളത്തിലെ ജൂതരുടെ ആദ്യകാല ചരിത്രമാണെന്നാണ് പറഞ്ഞത്. ചേന്ദമംഗലം ജൂതപ്പള്ളി ജൂതരുടെ ജീവിതശൈലി വിശദീകരിക്കുന്ന മ്യൂസിയമായിട്ടാണ് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ ഇവിടെ നിങ്ങൾ ഒരു കൃത്യമായിട്ടൊരു കാര്യം കൂടെ ഓർത്തു വെച്ചിരിക്കണം. ഒന്നുകൂടെ പറയാം. ജൂതരുടെ ജീവചരിത്രം വിശദമാക്കുന്ന മ്യൂസിയമാണ് ഏതെന്ന് പറയുന്നത്? പറവൂറിലെ ജൂതപ്പള്ളി എന്ന് പറഞ്ഞെങ്കിൽ ജൂതരുടെ ചരിത്രം വിശദമാക്കുന്നതാണ്. അപ്പൊ ഈ പള്ളി പണി കഴിപ്പിച്ചിരിക്കുന്നത് 1615 കരുതുന്നുണ്ട്. ജൂതരുടെ ആദ്യകാല ചരിത്രം വിശദീകരിക്കുന്നത് എവിടുത്തേതാണ്? പറവൂർ ജൂതപ്പള്ളിയിലാണ്. ജൂതരുടെ ആദ്യകാല ചരിത്രം, കേരളത്തിലെ ജൂതരുടെ ആദ്യകാല ചരിത്രം വിശദമാക്കുന്നത് പറവൂർ ജൂതപ്പള്ളിയിലാണ്. ഇനിയും ചേന്ദമംഗലം ജൂതപ്പള്ളി അവരുടെ ലൈഫ് സ്റ്റൈൽ വിശദീകരിക്കുന്നതാണ് ഏതെന്ന് പറഞ്ഞിരിക്കുന്നത്? ചേന്ദമംഗലം ലൈഫ് സ്റ്റൈൽ വിശദീകരിക്കുന്നു. ജൂതരുടെ ജീവിതശൈലിയാണെങ്കിൽ ചേന്ദമംഗലം. ആദ്യകാല ചരിത്ര പറവൂറാണ്. ചരിത്രം എന്നൊക്കെ പറയുമ്പോൾ പിറവി എന്നൊക്കെ വേണമെങ്കിൽ ഓർക്ക, പറവൂർ എന്ന് വേണമെങ്കിൽ ഓർത്ത് വെച്ചേക്കാവുന്നതാണ്. ഇനിയും 17ാം നൂറ്റാണ്ടിലാണ് ഈ ഒരു സിനഗോഗ് നിർമ്മിച്ചത്. പാലിയം കൊട്ടാരം പാലിയത്ത് തറവാടിനെ കേന്ദ്രീകരിച്ചുള്ള അക്കാലത്തെ ചരിത്രം വിശദമാക്കുന്ന മ്യൂസിയമാണ്. പാലിയം നാലുകെട്ട് അക്കാലത്തെ ജീവിത രീതികളെയും ഉപകരണങ്ങളും. നാലുകെട്ട് റെപ്രസെന്റ് ചെയ്യുന്നു എന്തിനെ പറ്റിയിട്ടാണ്? ജീവിത രീതികളെ പറ്റിയിട്ടാണ്. ചരിത്രം വിശദമാക്കുന്നു പാലിയം കൊട്ടാരം. ജീവിത രീതിയാണെങ്കിൽ പാലിയം നാലുകെട്ട്. ഇവിടുത്തെ ജീവിത ശൈലിയാണെങ്കിൽ ചേന്ദമംഗലം ജൂതപ്പള്ളി. ജൂതരുടെ ചരിത്രമാണെങ്കിൽ പറവൂർ ജൂതപ്പള്ളി. ഡിഫറൻസ് കൂടെ പഠിച്ചൊന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. വൺ വേർഡ് അങ്ങനെ ചോദിച്ചെങ്കിൽ പറവൂർ ജൂതപ്പള്ളി ജൂതരുടെ ചരിത്രം, ചേന്ദമംഗലം ജൂതപ്പള്ളി അവരുടെ ജീവിതശൈലി, പാലിയം കൊട്ടാരം പാലിയത്ത് തറവാടിനെ കേന്ദ്രീകരിച്ചുള്ള ചരിത്രം, അതുപോലെ തന്നെ പാലിയം നാലുകെട്ട് അവരുടെ ജീവിതരീതി. ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഒന്ന് ചരിത്രത്തെ പറ്റിയിട്ട്, ഒന്ന് ജീവിതശൈലി ജൂതരുടെ തന്നെ. അത് ഇനിയും പാലിയം തറവാടുമായി ബന്ധപ്പെട്ട് ചരിത്രം ചോദിച്ചു കഴിഞ്ഞാൽ കൊട്ടാലവും, ജീവിതരീതി ചോദിച്ചു കഴിഞ്ഞാൽ നാലുകെട്ടും പറയണം. ഓക്കെ. ഇനിയും ഇത് കൂടാതെ മുസ്ലിംസ് പദ്ധതിയുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നതാണ് സഹോദരൻ അയ്യപ്പന്റെ മ്യൂസിയം. ചെറായിലെ സഹോദരൻ അയ്യപ്പന്റെ മ്യൂസിയം മുസ്ലിംസ് പദ്ധതിയുമായി കണക്റ്റഡ് ആണ്. ഇനി അബ്ദുൾ റഹ്മാൻ സാഹിബ് മ്യൂസിയം. ഇത് കൂടാതെ എന്ത് വരാമെന്നാണ്? അബ്ദുൾ റഹ്മാൻ സാഹിബ് മ്യൂസിയം, കേസരി ബാലകൃഷ്ണ മ്യൂസിയം, ചേരമാൻ ജുമാ മസ്ജിദിലെ ഇസ്ലാമിക് ചരിത്ര മ്യൂസിയം, ചേരമാൻ ജുമാ മസ്ജിദിലെ ഇസ്ലാമിക് ചരിത്ര മ്യൂസിയം എന്നിവയാണ് പ്രധാനപ്പെട്ട മറ്റ് മ്യൂസിയങ്ങൾ. ഇത് കൂടാതെയുള്ള മ്യൂസിയങ്ങൾ നിർമ്മാണ ഘട്ടത്തിലാണ്. അപ്പം ചെറായിലെ സഹോദരൻ അയ്യപ്പൻ മ്യൂസിയം ഉണ്ട്, അബ്ദുൾ റഹ്മാൻ സാഹിബ് മ്യൂസിയം വരുന്നുണ്ട്, കേസരി ബാലകൃഷ്ണ മ്യൂസിയം വരുന്നുണ്ട്, ചേരമാൻ ജുമാ മസ്ജിദ്. അപ്പൊ അത് കൂടാതെ നമ്മൾ എന്തുകൂടെ ഓർത്തു വെച്ചേക്കണം? അബ്ദുൾ റഹ്മാൻ സാഹിബ്, കേസരി ബാലകൃഷ്ണ മ്യൂസിയം കൂടെ പഠിച്ചു വെച്ചിരിക്കണം. ചേരമാൻ ജുമാ മസ്ജിദിലെ ഇസ്ലാമിക് ചരിത്ര മ്യൂസിയം. ഓക്കെ, ക്വസ്റ്റ്യനിലൂടെ നോക്കാം. മുസ്ലിംസ് പൈതൃക പദ്ധതിയുമായി ബന്ധപ്പെടാത്തത് ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? ചേരമാൻ ജുമാ മസ്ജിദ് ഇപ്പൊ നമ്മൾ പറഞ്ഞു, പാലിയം കോവിലകം പറഞ്ഞു, സഹോദരൻ അയ്യപ്പൻ ഭവനം പറഞ്ഞു. മറ്റേത് അതിനകത്ത് വരുന്ന കണ്ടന്റ് എല്ലാം ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ഒരു ഡെക്കാൻ ഡ്രാപ്പ് എന്ന് പറഞ്ഞിരിക്കുന്ന സംഭവം ഉണ്ടായിരുന്നല്ലോ. അപ്പൊ അതുകൂടെ നമുക്കൊന്ന് പറയാം. അത് അഗ്നിപർവ്വതങ്ങളാണെന്ന് ക്വസ്റ്റിനകത്തു തന്നെ ഞാൻ ക്വസ്റ്റ്യൻ അവിടെ അറ്റാച്ച് ചെയ്യാൻ വിട്ടുപോയി, സ്കിപ്പായി പോയതാണ്. അപ്പൊ അവിടെ ഞാൻ ജസ്റ്റ് ഒന്ന് വായിക്കാം. ആ ഓപ്ഷൻ ഒന്ന് ജസ്റ്റ് നിങ്ങൾ ഇങ്ങനെ വരുന്ന ക്വസ്റ്റ്യൻസ് ഒന്ന് വെറുതെ അങ്ങ് സ്കിപ്പ് ചെയ്ത് കളയരുത്. വളരെ സിമ്പിൾ ആയിട്ട് നമ്മളൊന്ന് നോക്കണം. ഡെക്കാൻ ട്രാപ്പ് ഒക്കെ നമുക്ക് ഓൾറെഡി എല്ലാവരും അറിയാം. ലാവ അലങ്കൃതമാണ്, അല്ലെങ്കിൽ അഗ്നിപർവ്വത സ്ഫോടനങ്ങളാൽ ഉണ്ടാവുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാവുന്നതാണ്. പക്ഷെ ആ ക്വസ്റ്റ്യന്റെ ആ ഒരു വരവൊക്കെ കാണുമ്പോൾ നമ്മൾ ഒന്ന് സ്കിപ്പ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. പക്ഷെ ക്വസ്റ്റ്യൻ നന്നായിട്ടൊന്ന് ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ നമുക്ക് പിന്നീട് ഒരു കുറ്റബോധം അതിനെ പറ്റിയിട്ട് തോന്നാവുന്നതാണ്. ഒരു സെക്കൻഡ്, ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചോട്ടെ. അതായത്
ഡെക്കാൻ ഡ്രാപ്പ് എന്നറിയപ്പെടുന്ന ഭൂമിശാസ്ത്രപരമായ രൂപീകരണത്തെ ഇനി പറയുന്ന ഏത് പ്രസ്താവനയാണ്? മെസോസോയിക് കാലഘട്ടത്തില് ആൻഡ് ക്രിട്ടേഷ്യസ് കാലഘട്ടത്തിൽ അവസാനത്തിൽ അഗ്നിപർവ്വത സ്ഫോടനങ്ങളെ രൂപപ്പെട്ട ഒരു വലിയ അഗ്നിപർവ്വത ശൃംഖലയാണ്. മറ്റേതെന്താണ്? മടക്കു പർവ്വതത്തെ പറ്റി പറയുന്നുണ്ട്, അവശിഷ്ട പർവ്വതത്തെ പറ്റി പറയുന്നുണ്ട്, സമുദ്രാതിർത്തികൾ മൂലം രൂപപ്പെട്ട തീരപ്രദേശം. ഇതാണ് ഓപ്ഷൻസ് വന്നിരിക്കുന്നത്. അപ്പൊ ഓപ്ഷൻസിൽ നമുക്ക് ഈസി ആയിട്ട് ഒന്നും പഠിച്ചിട്ടില്ലെങ്കിൽ പോലും അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ മൂലമാണ് എന്തുണ്ടാവുന്നത് നമ്മൾക്കറിയാം, ലാവ പോലെയൊക്കെയുള്ള സംഭവങ്ങൾ ഉണ്ടാവുന്നത് നമുക്കറിയാം. അപ്പൊ അത് നമ്മൾക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മുടെ മാത്രം തെറ്റാണ്. നമ്മൾ നന്നായിട്ട് ആ ഓപ്ഷനകത്ത് അതുകൊണ്ടാണ് മാനസികാവസ്ഥ നമ്മൾക്ക് കൃത്യമായിട്ടുണ്ടെങ്കിൽ മാത്രമേ ചോദ്യം വായിക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഓപ്ഷൻ നമുക്ക് വായിക്കാനുള്ള മാനസികാവസ്ഥ ഉണ്ടാവത്തില്ല. അതുമൂലം നമുക്ക് മാർക്ക് 3-4 എണ്ണം കുറയുകയും ചെയ്യും. അതൊക്കെ വളരെ ശ്രദ്ധിച്ചിട്ട് വേണം പരീക്ഷാ ഹാളിൽ. നമ്മുടെ മാർക്ക് കളയുന്നതാണ് നമ്മുടെ മാനസികാവസ്ഥ എന്ന് പറഞ്ഞിരിക്കും. അപ്പൊ മൈൻഡ് നല്ല കാമായിട്ടിരുന്നെങ്കിൽ മാത്രമേ നമുക്ക് വായിക്കാൻ പോലുമുള്ള ഒരു തോട്ട് ഉണ്ടാവത്തുള്ളൂ. കൃത്യമായിട്ട് അങ്ങനെ കൂടെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം ഇനി എക്സാംസ് ഉള്ളവരൊക്കെ. ഓക്കെ, ഇനി വിവിധ തരം അഗ്നിപർവ്വതങ്ങൾക്കകത്ത് വന്നിരിക്കുന്നതാണ്. സ്ഫോടന സ്വഭാവത്തെയും സൃഷ്ടിക്കപ്പെടുന്ന ഭൂരൂപ മാതൃകകളുടെയും അടിസ്ഥാനത്തിൽ അഗ്നിപർവ്വതങ്ങളെ തരംതിരിച്ചിരിക്കണം. പ്രധാനപ്പെട്ട അഗ്നിപർവ്വതങ്ങൾ ചുവടെ പറയുന്നുണ്ട്. ഷീൽഡ് അഗ്നിപർവ്വതങ്ങൾ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട്. കോമ്പോസിറ്റ് അഗ്നിപർവ്വതങ്ങളുണ്ട്. ഇതൊക്കെ സെക്രട്ടറി അസിസ്റ്റന്റ് പഠിക്കുന്നവർക്കും കൃത്യമായിട്ട് വേണ്ടതാണ്. കാര്യം ഇത് +1 +2 ആണ്. +1 +2 നല്ല രീതിയിൽ പഠിക്കാന്നിട്ടുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ചെയ്യുക. ഞാൻ വേണമെങ്കിൽ +1 +2 ക്ലാസ് എടുത്തു തരാം. നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് കമന്റ് ചെയ്യണം കേട്ടോ. കാരണം നിങ്ങൾക്ക് വേണ്ടത് ഹൈ ലെവൽ ജോബ് ആണ് എങ്കിൽ നിങ്ങൾ അതിനു വേണ്ടിയിട്ട് കഷ്ടപ്പെടാൻ റെഡി ആവണം. കഷ്ടപ്പെടാതെ ഒന്നും നമ്മൾക്ക് കിട്ടത്തില്ല. കാൽഡറ ആൻഡ് ഫ്ലഡ് ബസാൾട്ട് പ്രൊവിൻസ്, ഇത്രയുമാണ് ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുള്ളത്. ഷീൽഡ് അഗ്നിപർവ്വതം പഠിക്കണം. ബസാൾട്ട് പ്രവാഹങ്ങളെ ഒഴിച്ചു നിർത്തിയാൽ ഷീൽഡ് അഗ്നിപർവ്വതങ്ങളാണ് ഏറ്റവും വിസ്തൃതമായിട്ടുള്ള അഗ്നിപർവ്വതങ്ങൾ. ഇപ്പൊ ഏറ്റവും വിസ്തൃതമായിട്ടുള്ള അഗ്നിപർവ്വതങ്ങൾ എന്ന് പറയുന്ന സംഭവം ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ എന്ത് പറയണം? ഷീൽഡ് അഗ്നിപർവ്വതങ്ങൾ ആണ്. ഹവായി ദ്വീപിലെ അഗ്നിപർവ്വതങ്ങൾ ഇതിന് ഉദാഹരണമാണ്. ഹവായി ദ്വീപിലെ അഗ്നിപർവ്വതങ്ങൾ ഏത് തരത്തിലുള്ള അഗ്നിപർവ്വതങ്ങൾക്ക് ഉദാഹരണമാണ്? സിമ്പിൾ ആയിട്ടൊരു ചോദ്യം ചോദിക്കാം. ഷീൽഡ് അഗ്നിപർവ്വതമാണ്. കൂടുതൽ ദ്രവ സ്വഭാവമുള്ള ബസാൾട്ട് ലാവയാണ് ഇത്തരത്തിലുള്ള ഉയരമില്ലാത്ത അഗ്നിപർവ്വതങ്ങളെയും സൃഷ്ടിക്കുന്നത്. പൊതുവെ സ്ഫോടനാത്മകത കുറഞ്ഞ ഈ അഗ്നിപർവ്വത നാളിയിലേക്ക് ജലം കടന്നു ചെല്ലാൻ ഇടയായാൽ ഇത്തരം അഗ്നിപർവ്വതങ്ങൾക്ക് സ്ഫോടനം സംഭവിക്കാം. ഉയർന്നു പോകുന്ന ലാവയിൽ നിന്ന് അഗ്നിപർവ്വത മുഖത്തേക്ക് കരവസ്തുക്കൾ നിക്ഷേപിക്കപ്പെട്ട ഷീൽഡ് അഗ്നിപർവ്വതങ്ങളുടെ മധ്യഭാഗത്തായി കൂനകൾ രൂപമെടുക്കുന്നു. ഇവ സിൻഡർ കോണുകൾ. അപ്പൊ സിൻഡർ കോണുകൾ എന്ന് പറയുന്ന സംഭവം എവിടാണ് ഉണ്ടാവുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനകത്ത് നമ്മൾ പറയണം ഷീൽഡ് അഗ്നിപർവ്വതത്തിനകത്താണ് സിൻഡർ കോണുകൾ. ഈ സിൻഡർ കോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു കൂന പോലെ കാണപ്പെടുന്നു. ഇതൊരു അഗ്നിപർവ്വതമാണെന്ന് വിചാരിക്കുക. ആ അഗ്നിപർവ്വതത്തിന്റെ സെന്ററിലായിട്ട് ഒരു കൂന പോലെ രൂപമെടുക്കുന്ന സംഭവമാണ് ഏതെന്ന് പറഞ്ഞിരിക്കുന്നത്? സിൻഡർ കോൺ. അപ്പൊ സിൻഡർ കോണുകൾ എവിടെ കാണപ്പെടുന്നു എന്ന് പഠിച്ചു നോക്കണം. ഷീൽഡ് അഗ്നിപർവ്വതത്തിൽ കാണപ്പെടുന്ന കാര്യം ഓർത്തു വെച്ചേക്കണം. ബസാൾട്ട് പ്രവാഹങ്ങളെ ഒഴിച്ചു നിർത്തിയാൽ ഏറ്റവും വിസ്തൃതമായിട്ടുള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഷീൽഡ് അഗ്നിപർവ്വതങ്ങൾ ആണ്. ഇതിന് എന്തില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്? വലിയ രീതിയിലുള്ള ഹൈറ്റ് ഒന്നും ഇല്ല എന്നിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. കൂടുതൽ ദ്രവ സ്വഭാവമുള്ള ബസാൾട്ട് ലാവയാലാണ് ഇത്തരത്തിലുള്ള ഉയരമില്ലാത്ത അഗ്നിപർവ്വതങ്ങളെയും സൃഷ്ടിക്കപ്പെടുന്നത്. ബസാൾട്ട് ശിലകൾ എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത് എന്ത് തന്നെയാണ്? ആഗ്നേയ ശിലകളാൽ നിർമ്മിതം എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. അഗ്നിപർവ്വതങ്ങളെയും സൃഷ്ടിക്കപ്പെടുന്നത്. പൊതുവെ സ്ഫോടനാത്മകത കുറഞ്ഞ ഈ അഗ്നിപർവ്വത നാളിയിലേക്ക് ജലം കടന്നു ചെല്ലാൻ ഇടയായാൽ ഇത്തരം അഗ്നിപർവ്വതങ്ങൾക്ക് സ്ഫോടനം സംഭവിക്കാം. ഉയർന്നു പൊങ്ങുന്ന ലാവയിൽ നിന്ന് അഗ്നിപർവ്വത മുഖത്ത് ഖരവസ്തുക്കൾ നിക്ഷേപിക്കപ്പെട്ടാണ് ഈ പറഞ്ഞിരിക്കുന്ന സംഭവം. അപ്പൊ നിങ്ങൾ ഇവിടെ കറക്റ്റ് ആയിട്ട് ഓർത്തിച്ചിരിക്കണം. വിസ്തൃതമായിട്ടുള്ള ഒരു ലാവ സംതിങ് ആണ് ഷീൽഡ് അഗ്നിപർവ്വതം എന്ന് പറഞ്ഞിരിക്കുന്നത്. അഗ്നിപർവ്വതങ്ങളുടെ മധ്യഭാഗത്തായിട്ടാണ് ഇത് കാണപ്പെടുന്നത്. ഇതിന്റെ പേര് സിൻഡർ കോണുകൾ. അത്രയും പഠിച്ചല്ലോ. ഇനി കോമ്പോസിറ്റ് അഗ്നിപർവ്വതങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മുമ്പേ പറയുന്നത് ബസാൾട്ട് കൂടെ ഓർത്ത് വെച്ചേക്കണം. ബസാൾട്ടിനേക്കാൾ ചൂട് കുറഞ്ഞതും കട്ടിയുള്ളതുമായ ലാവയാണ് ഏത്? കോമ്പോസിറ്റ് അഗ്നിപർവ്വതങ്ങൾ തീർക്കുന്നത്. പൊതുവെ സ്ഫോടനാത്മകത കൂടുതലാണ് ഈ അഗ്നിപർവ്വതങ്ങൾക്ക്. ലാവയ്ക്കൊപ്പം ഉരുകാത്ത ശിലാഖണ്ഡങ്ങളും ചാരവും വൻതോതിൽ വന്നു ചേർന്ന് അഗ്നിപർവ്വത നാളിക്ക് ചുറ്റുപാടും പാളികളായി അടിഞ്ഞുകൂടുന്നു. അപ്പൊ പാളികളായിട്ട് അടിഞ്ഞുകൂടുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോമ്പോസിറ്റ് ആണ്. കോമ്പോസിറ്റ് ഇവയെ അതുകൊണ്ടാണ് പല രീതിയിലുള്ള പല വലിപ്പത്തിലുള്ള പദാർത്ഥങ്ങൾ കൂടികൾ. അതായത് മറ്റേതുപോലെയല്ല, മറ്റേതൊരു കൂന പോലെ കാണപ്പെടുന്നു, സിൻഡർ കോണുകൾ പോലെ കാണപ്പെടുന്നു. ഇവിടെ എന്ന് പറഞ്ഞാൽ കുറച്ച് ചാരവും കുറച്ച് ഖരപദാർത്ഥങ്ങളോട് ചേർന്നിട്ട് ഒരു കോമ്പോസിറ്റ് ലെയേഴ്സ് തരത്തിൽ വരുന്നുണ്ട്. അതാണ് ഇതുകൊണ്ട് പറയുന്നത് കോമ്പോസിറ്റ് അഗ്നിപർവ്വതങ്ങൾ കൊണ്ട് പറഞ്ഞത്. ഇപ്പൊ കോമ്പോസിറ്റ് അഗ്നിപർവ്വതങ്ങൾ പറഞ്ഞാൽ എന്ത് പറയണം? കുറച്ചുകൂടെ തിക്കായിട്ടായിരിക്കും കാര്യങ്ങൾ വരുന്നത്. അതുപോലെ തന്നെ സ്ഫോടനാത്മകം കുറച്ചുകൂടെ ഉണ്ടായിരിക്കും. ചാരം തുടങ്ങിയ ഖരവസ്തുക്കൾ പോലെയുള്ള കാര്യങ്ങൾ ഇതിന് ചുറ്റും ഇങ്ങനെ ഒരു കോമ്പോസിറ്റ് രീതിയിൽ അവിടെ കടക്കും. അതുകൊണ്ടാണ് ഇതിന് പ്രത്യേകിച്ച്
പല വലിപ്പത്തിലുള്ള പദാർത്ഥങ്ങൾ കൂടിക്കലർന്ന് കാണുന്നതുകൊണ്ടാണ് ഇതിനെ കോമ്പോസിറ്റ് അഗ്നിപർവ്വതങ്ങൾ എന്ന് വിളിക്കുന്നത്. കാൽഡറ അല്ലെങ്കിൽ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. ഏറ്റവും വിസ്ഫോടകമായ അഗ്നിപർവ്വതങ്ങളാണ് ഇത്, കാൽഡറ. ഈ അഗ്നിപർവ്വതങ്ങളുടെ സ്ഫോടനത്തിലൂടെ വസ്തുക്കൾ നിക്ഷേപിച്ച് വലിയ നിർമ്മിതികൾ ഉണ്ടാവുകയല്ല, മറിച്ച് തകർന്നടിഞ്ഞ് ഗർത്തങ്ങൾ സൃഷ്ടിക്കുന്നു. ഈ കാൽഡറ മൂലം എന്താണ് സംഭവിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗർത്തങ്ങൾ. മറ്റേതെല്ലാം നമ്മൾ കുന്നുകൾ പോലെയുള്ള കാര്യങ്ങൾ ആണ് പറഞ്ഞത്. പിന്നെ ഫസ്റ്റ് വൺ ഷീൽഡ് അഗ്നിപർവ്വതത്തിനും അല്ലാത്തിനും അതിന് ചുറ്റുമായിട്ടൊക്കെ കാര്യങ്ങൾ പറഞ്ഞു. കൂന പോലെ കിടക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഷീൽഡ് അഗ്നിപർവ്വതത്തിനാണ് സിൻഡർ കോണുകൾ. ഇനി അതിനുശേഷം നമ്മൾ പഠിച്ചു കോമ്പോസിറ്റ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പദാർത്ഥങ്ങൾ കൂടി കലർന്ന് അവിടെ ഇങ്ങനെ കിടക്കുന്നു. പക്ഷെ ഈ കാൽഡറ എന്ന് പറഞ്ഞ അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ അവിടെ എന്തുണ്ടാവും? ഗർത്തങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അഗ്നിപർവ്വത മുഖം തകർന്ന് രൂപപ്പെടുന്ന വിശാല ഗർത്തങ്ങളെയാണ് കാൽഡറ. അപ്പൊ കാൽഡറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഗർത്തം എന്ന കാര്യം ഓർത്ത് വെച്ചാൽ മതി. ഇത്തരം അഗ്നിപർവ്വതങ്ങളുടെ വിസ്ഫോടന സ്വഭാവം സൂചിപ്പിക്കുന്നത് അവിടങ്ങളിൽ മാഗ്മ അറ കൂടുതൽ വലിപ്പത്തിലും ഭൂപ്രതലത്തിനോടടുത്തും സ്ഥിതി ചെയ്യുന്നു എന്നാണ്. അപ്പൊ ഇത്തരം അഗ്നിപർവ്വതങ്ങളുടെ വിസ്ഫോടന സ്വഭാവം സൂചിപ്പിക്കുന്നത് അവിടങ്ങളിൽ മാഗ്മയുടെ അറ കൂടുതൽ വലിപ്പത്തിലും ഭൂപ്രതലത്തിനോട് അടുത്തും സ്ഥിതി ചെയ്യുന്നു എന്നാണ്. അത് പഠിച്ചിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, ജസ്റ്റ് ഓർത്ത് വെച്ചാൽ മതി. ഇനി ഫ്ലഡ് ബസാൾട്ട് പ്രൊവിൻസ്, അതായത് കൂടുതൽ ദ്രവ സ്വഭാവമുള്ള ലാവ കൂടുതൽ ദൂരങ്ങളിലേക്ക് പരക്കുന്നു എന്നതാണ് ഫ്ലഡ് ബസാൾട്ട് അഗ്നിപർവ്വത സവിശേഷത. മീൻസ് നമ്മൾ വെള്ളപ്പൊക്കം പോലെ കൂടുതൽ ആയിട്ട് ഈ സംഭവം ഇങ്ങനെ ഒഴുകി പോകത്തില്ല. നമ്മളിപ്പം നമ്മുടെ ടെറസ് ഒക്കെ കഴുകി വിടുവാന്ന് വിചാരിച്ചു, കുറെ നാള് അത് പായലൊക്കെ പിടിച്ച് ഭയങ്കര ബ്ലാക്ക് കളറിൽ നിൽക്കുവാണ്. അപ്പൊ നമ്മൾ അതിന്റെ മണ്ടവശം എല്ലാം കഴുകി ഇടുമ്പോൾ കുറച്ച് നല്ല പ്രദേശത്തോട് ഇങ്ങനെ എന്ത് ചെയ്യും, നല്ല ഫോഴ്സിലാണ് വെള്ളം ഇങ്ങനെ പോകുന്നതെങ്കിൽ അതിങ്ങനെ കുറെ ദൂരം ആ കറുത്ത സംഭവം ഇങ്ങനെ പോകുന്നു പറയത്തില്ലേ, അതുപോലെ ഈ സംഭവം ഫ്ലഡ് ബസാൾട്ട് പ്രൊവിൻസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ബസാൾട്ട് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ഈ ഒരു ബസാൾട്ട് ശിലകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യം. ലോകത്തിലെ പല ഭാഗത്തും ആയിരക്കണക്കിന് ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിൽ വ്യാപിച്ചു കിടക്കുന്ന ബസാൾട്ട് ലാവ പരപ്പുകളുണ്ട്. ഈ ലാവ പ്രദേശങ്ങൾക്ക് 50 മീറ്ററിലധികം കനമുണ്ട്. ഇപ്പൊ ഈ ലാവ പ്രദേശങ്ങൾക്ക് എത്ര മീറ്ററിലധികം കനം വരുന്നുണ്ട്? 50 മീറ്ററിലധികം കനവും വരുന്നുണ്ട്. ഇന്ത്യയിലെ മഹാരാഷ്ട്ര പീഠഭൂമി പ്രദേശത്തെ ഡെക്കാൻ ഡ്രാപ്പ് മേഖല ഫ്ലഡ് ബസാൾട്ട് പ്രൊവിൻസുകൾക്ക് ഉത്തമ ഉദാഹരണമാണ്. ആരംഭഘട്ടത്തിൽ ഈ ഡ്രാപ്പ് മേഖല ഇന്നത്തേക്കാൾ കൂടുതൽ വിസ്തൃതിയിലേക്ക് വ്യാപിച്ചിരിക്കുന്നു വിശ്വസിക്കപ്പെടുന്നുണ്ട്. അപ്പൊ ഡെക്കാൻ ഡ്രാപ്പ് മേഖല എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത് കൂടുതലും അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ കൊണ്ടിട്ട് ലാവ പോലെയൊക്കെയുള്ള കാര്യങ്ങൾ അടിഞ്ഞു കൂടി വെച്ചിരിക്കുന്നതാണെന്ന കാര്യം ജസ്റ്റ് ഓർത്താൽ മതി. എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? കൂടുതലായിട്ടും ഫ്ലോ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇപ്പൊ നമ്മൾ 4 രീതിയിലുള്ള അഗ്നിപർവ്വതങ്ങളാണ് പ്രധാനമായിട്ടും പഠിച്ചത്. ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞിരിക്കുന്നത് ഷീൽഡ് ആണ്. ഷീൽഡ് നമ്മൾ പറയുന്ന സമയത്ത് എന്ത് ഓർത്ത് വെച്ചേക്കണം? അവിടെ നമുക്ക് കൂന പോലെയുള്ള സംഭവമാണ്. അതിന് സിൻഡർ കോണുകൾ എന്ന് പറഞ്ഞിരിക്കുന്നു. കോമ്പോസിറ്റ് ആണെങ്കിൽ എന്ത് പറയുന്നുണ്ട്? ചാരം പോലെയൊക്കെയുള്ള പദാർത്ഥങ്ങൾ അതിന് ചുറ്റും ഇങ്ങനെ പല സൈസിലായിട്ട് പല ഷേപ്പിലായിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. അതുകൊണ്ടാണ് കോമ്പോസിറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഫ്ലഡ് ബസാൾട്ട് എന്ന് പറയുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു? കുറച്ച് ഫ്ലോ ചെയ്യാൻ, ഏകദേശം ഒരു 50 മീറ്ററോളം ഇത് ഫ്ലോ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഇനി അത് കൂടാതെ ഒരെണ്ണം ഉണ്ടല്ലോ, കാൽഡറ. കാൽഡറയ്ക്ക് എന്തും സംഭവിക്കുന്നു? അത് ഡീപ്പായിട്ട് ഗർത്തങ്ങളാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ ഇത് 4 ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇങ്ങനെ വേണം കൃത്യമായിട്ട് നിങ്ങൾ എന്ത് പഠിക്കാൻ വേണ്ടിയിട്ട് പ്ലസ് 1 പ്ലസ് 2 കണ്ടന്റ്സ് പഠിക്കാൻ. എന്നാലേ നിങ്ങൾക്ക് ഓർമ്മ നിൽക്കത്തുള്ളൂ. വെറുതെ ഇങ്ങനെ ടെക്സ്റ്റ് എടുത്ത് വെച്ച് വായിച്ചു കഴിഞ്ഞാൽ പലതും നല്ല ഗുണത്തിനേക്കാൾ ഏറെ ദോഷം ചെയ്യും. അപ്പൊ കൃത്യമായിട്ട് അത് പഠിക്കാൻ വേണ്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിഗ്രി ലെവൽസിനൊക്കെ ബെറ്റർ ആയിരിക്കും. ആ രീതിയിൽ കൃത്യമായിട്ട് പഠിക്കണം കേട്ടോ. ഇനി നിങ്ങൾക്ക് LDC ഓറിയന്റ് ചെയ്തിട്ടുള്ള ഇനി പരീക്ഷ ഉള്ളവർക്ക്, സെപ്റ്റംബർ അവസാനത്തേക്ക് പരീക്ഷ ഉള്ളവർ, ഒക്ടോബറിലൊക്കെ പരീക്ഷ ഉള്ളവർക്ക് വേണമെങ്കിൽ ഈ ഒരു PDF വാങ്ങാവുന്നതാണ്. നമ്മൾ ഇതുവരെയുള്ള ഓൾമോസ്റ്റ് എല്ലാ കണ്ടന്റ്സും അപ്ഡേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. GKയും സയൻസും കറണ്ട് അഫയേഴ്സും റിലേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ കൃത്യമായിട്ട് നിങ്ങൾ പഠിക്കണം, എന്നാലേ കാര്യമുള്ളൂ. ഇനിയിപ്പം നിങ്ങൾ ഓരോ സംഭവങ്ങൾ തെരഞ്ഞു നോക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് സമയമില്ല. ദാറ്റ് ഇസ് ദ കറക്റ്റ്. അല്ലെങ്കിൽ നമ്മൾ ഈ തെരഞ്ഞു ഓരോന്നും തപ്പി വരുമ്പോഴത്തേക്ക് പരീക്ഷ ഇങ്ങനെ അടുത്തിരിക്കും. അപ്പൊ നമുക്ക് ടെൻഷൻ അങ്ങ് കൂടും. അപ്പൊ എന്ത് ചെയ്യണം? കിട്ടുന്ന കണ്ടന്റ് അനുസരിച്ച് നമ്മൾ ഒരു സൈഡിൽ കൂടെ ഒക്കെ പഠിച്ച് നോക്കാൻ നോക്കണം. നമ്മൾ ഈ തിരയാൻ നോക്കുന്നതേ ഭയങ്കര മണ്ടത്തരമാണ്. ഈ നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി. അതുപോലെ തന്നെ നമ്മൾ 10th ലെവൽ പ്രിലിംസിന്റെ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 799 ആണ് പ്രൈസ്. മാത്സ് വെച്ച് ബാക്കി എല്ലാ സബ്ജക്റ്റും അവൈലബിൾ ആയിരിക്കും. ലൈവ് ആയിട്ടാണ് ക്ലാസ് എടുക്കുന്നത്. അതുകൊണ്ടാണ് 799 പ്രൈസ്. അപ്പൊ താല്പര്യമുള്ളവർക്ക് ഈ നമ്പറിൽ മെസ്സേജ് ചെയ്യാനാണ്. എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു.